എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ മക്കളുടെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ അവർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ ലുലു മാളിലോട്ടാണ് കേട്ടോ പോണത്. നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു സമയമാകുമ്പോൾ നല്ല തിരക്ക് കാണുന്നൊക്കെ ഓർത്തുകൊണ്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോയത്. അല്ലെങ്കിൽ നമുക്ക് അവിടെ വാലറ്റ് പാർക്കിംഗ് ഉണ്ടല്ലോ, 300 രൂപയാണ് കേട്ടോ അവിടെ വാലറ്റ് പാർക്കിംഗ്. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ച് വെറുതെ നമ്മൾ 300 രൂപ കളയണ്ടല്ലോ, നമുക്ക് പതുക്കെ നമുക്ക് അകത്തുകൊണ്ട് പാർക്ക് ചെയ്യാന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. എന്താണെന്ന് അറിയില്ല കേട്ടോ, ഇന്ന് നല്ല തിരക്ക് കുറവായിരുന്നു കേട്ടോ. ഇതിപ്പം ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് കേട്ടോ വീഡിയോ ഇടുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഫോണിനകത്ത് സ്റ്റോറേജ് ഒക്കെ ഫുള്ളായതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ താമസിച്ചു കേട്ടോ. അങ്ങനെ ദേ നമ്മൾ പോവാണ് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ വാലറ്റ് പാർക്കിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഇതേ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അതവിടെ നമ്മുടെ കാറിൻ്റെ ഒക്കെ നമ്പർ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുമല്ലോ, അതായത് പാർക്കിംഗ് ഫീക്ക് വേണ്ടി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അവിടെ ചെറിയൊരു ബ്ലോക്ക് വന്നത്. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. 3 പേരും സെപ്റ്റംബറിലുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് 3 പേരുടെ ബർത്ത്ഡേ നമ്മൾ ഇളയാളുടെ ഡേറ്റ് ആണ് കേട്ടോ, 16-ാം തീയതി. അപ്പോൾ ആ 16-ാം തീയതിയാണ് കേട്ടോ 3 പേരുടെയും കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നത് കേട്ടോ നമ്മൾ. അങ്ങനെ ദേ നമ്മൾ എസ്കലേറ്റർ വഴി കയറി പോകണം കേട്ടോ. അപ്പം മക്കള് അവിടെ ഒരാൾ നിൽക്കുന്നതിനൊക്കെ പ്രശ്നമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തുന്നള്ളും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കയറിപ്പോയിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പിള്ളേരുടെ ഷോപ്പിലോട്ടാണ് പോയത് കേട്ടോ. അപ്പം മകൾക്ക് ഈ ഒരു ഡ്രസ്സ് ഇട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗി തോന്നി കേട്ടോ എനിക്ക്, ഈ ഒരു ഗ്രീൻ കളർ. അപ്പം നമ്മളിങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ ഡ്രസ്സും 2-3 ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നമ്മളിങ്ങനെ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ആദ്യം ഇട്ടത് ഈ ഒരു ഗ്രീൻ ആണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിട്ടത് വേറൊരു കളറാണ് കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ ഇത് ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ, ഏത് രീതിയിൽ ഇട്ടാലാണ് നല്ലതെന്നൊക്കെ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമതിട്ടത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ആൾക്കതിട്ടിട്ട് ഭയങ്കര കംഫർട്ടായിരുന്നു കേട്ടോ. അതായത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. പിള്ളേരുടെ ഡ്രസ്സ് അങ്ങനെ എടുക്കുമ്പോഴത്തേനും ഭയങ്കര സോഫ്റ്റ് ആണല്ലോ, അതായത് ഈ പിള്ളേരുടെ ഷോപ്പിൽ പോയി എടുക്കുമ്പം. അങ്ങനെ നമ്മളിവിടെ പോയി എടുത്തപ്പോഴത്തേനും ഭയങ്കര സോഫ്റ്റ്. അപ്പോൾ ആൾക്കത് ഇട്ടിട്ട് നല്ല സുഖം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അച്ഛനെ കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങിപ്പോയതാണ് കേട്ടോ. അപ്പം മറ്റു 2 പേര് അവിടെ ഇരുന്ന് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം അച്ഛൻ അവിടെ ഫോണിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ എപ്പോഴും ബിസിയാണ് കേട്ടോ. തിങ്കൾ മുതൽ സൺഡേ വരെ ബിസി ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ വിനുവേട്ടൻ. അപ്പോൾ ഏതാണ്ടൊക്കെ പറയാണ്. അപ്പോൾ മോളിങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് കാണിക്കാൻ ചെന്നിട്ട് മൈൻഡൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ നമ്മളത് ഊരി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വേറൊരു ഡ്രസ്സ് കൂടി ഇട്ടു കേട്ടോ. വേറൊരു ഡ്രസ്സ് ഇട്ട്, അത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതിട്ടിട്ട് ആൾക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടെ ഉണ്ടായിരുന്നേ. ഇതിട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞായിട്ട് നിൽക്കുന്ന എല്ലാ പ്രാവശ്യവും ഈ ജീൻസ് ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്, ജീൻസും ടോപ്പും. ആൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സിനോടൊന്നും വലിയ താല്പര്യം കുഞ്ഞിലേ മുതലില്ലായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കിട്ടിയതാണ് കേട്ടോ എനിക്കൊരു പെൺകുട്ടീനെ. ഭയങ്കര ഇങ്ങനെ പെൺകുട്ടികളെ ഡ്രസ്സൊക്കെ ഇടിപ്പിക്കാലോ എന്നൊക്കെ ഭയങ്കര എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെയാണ് കേട്ടോ. ഒരുക്കി നടത്താലോ എന്നൊക്കെ ഉള്ള ആഗ്രഹമാണ് കേട്ടോ. പക്ഷെ ആൾക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ജീൻസും ഡ്രസ്സും ഈ മാത്രം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്, അതായത് ഈ ടോപ്പും അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇനി മുതൽ അങ്ങനെയൊന്നും ഇടണ്ടെന്ന് പറഞ്ഞ് ഇപ്പം ആൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ദേ ഈ ഒരു ഡ്രസ്സും കൂടി എടുത്തിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. അപ്പം അതിട്ടിട്ട് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ പറയാണ് കറക്റ്റ് സൈസാണ്. ഇനി ഇതിൻ്റെ വലുതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് എടുക്കുമ്പോൾ ഒരു സൈസ് മേളിൽ അപ്പ് എടുക്കും കേട്ടോ, മേളിലോട്ട് എടുക്കും. അതായത് ഇവർ വലുതായാലും അത് യൂസ് ചെയ്യാൻ പറ്റണമല്ലോ, അങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ ഇതാണ് കറക്റ്റ് ഫിറ്റ് എന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നെ വേറെ മറ്റേ ആ ഡ്രസ്സ് കൂടി ഇട്ട് നോക്കി കേട്ടോ. അപ്പോൾ അതിട്ട് നോക്കിയപ്പോൾ അതൊരു മതി സ്കൂൾ യൂണിഫോം പോലെയൊക്കെ ഇരിക്കുകയാണേ. അപ്പോൾ ഇനി ഞാൻ എന്താണ് പറയുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. 3 എടുത്ത് ഇനിയിപ്പോൾ ചെക്കന്മാർക്ക് എടുക്കണം. ഇനി ചെക്കന്മാരുടെ ഡ്രസ്സ് നമ്മൾ നോക്കാൻ പോവാണ്. ചെക്കന്മാർ എന്റെ ബോയ്സ്, ഇനി എന്റെ ബോയ്സിന്റെ ഡ്രസ്സ് എടുക്കണം. അങ്ങോട്ടേണം നല്ല ഊട്ടായാണ്. ഇവിടെ വാ, ഇവിടെ വാ. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞത് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ 2 ബാഗ് നിറച്ചും മക്കളുടെ ഡ്രസ്സുകളാണ് കേട്ടോ. ഇതേ ഓണത്തിൻ്റെ ടീഷർട്ടാണ് നിൽക്കുന്നത്. കള്ള ഇതേ സാരി ഉണ്ടോ നോക്കി, പടമുള്ള സാരി, പടമുള്ള സാരി.
നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. അപ്പോൾ ആ ഒരു ട്രോളി ബാഗ് അവർ തന്നാണ് കേട്ടോ. അപ്പോൾ 2 പേർക്കും 2 കളർ വീതം നമ്മൾ എടുത്തു കേട്ടോ. അതാകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മക്കളുടെ ഡ്രസ്സൊക്കെ ഇട്ട് കൊണ്ടുപോവുകയും ചെയ്യാലോ. അങ്ങനെ നമ്മൾ ഇന്നപ്പോൾ നമ്മൾ സാംസങ്ങിന്റെ ഷോപ്പിൽ കയറി കേട്ടോ. അപ്പോൾ ഇവനാണ്ട് മൊബൈലിൽ എന്തോ പ്രശ്നം വന്നിട്ട് ഒന്ന് കാണിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ മൊബൈൽ കാണുമ്പോഴത്തേനും അച്ഛനും മക്കളും എല്ലാം മൊബൈലിൽ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ അന്നേരമാണ് അവിടെ ടാബ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ എനിക്കൊരു ടാബ് വേണം എന്നുള്ളത് കേട്ടോ. അതായത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ ഈസി ആകുമല്ലോ. അതായത് എൻ്റെ ഫോണിൽ സ്റ്റോറേജ് എല്ലാം ഓൾമോസ്റ്റ് ഫുള്ളാണ്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളയും തോറും പിന്നെ ഇങ്ങനെ ഫുള്ളാകും. അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ എനിക്കൊരു ടാബ് മേടിച്ച് തരാമോ എന്ന് കുറേ നാളായി ഞാൻ ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ചെന്നപ്പോൾ ഇവനാണ് എനിക്ക് അപ്രതീക്ഷിതമായിട്ട് വാങ്ങി തന്നാണ് കേട്ടോ. ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ മേടിച്ച് തരുമെന്ന്. അപ്പോൾ എടുത്തോളം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ചുമ്മാ പറഞ്ഞമായിരിക്കുമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ അതൊന്നും അല്ല, എടുക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഇപ്പോൾ എടുത്തതിൻ്റെ ഒരു 10 FE+ ഉണ്ടായിരുന്നു കേട്ടോ സാംസങ്. അത് കുറച്ച് ഭയങ്കര വലുതാണ് കേട്ടോ. അപ്പോൾ അത് പിന്നോടം പറഞ്ഞാൽ അത് വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞു കേട്ടോ. ഇത് 10 FE ആണ് കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് അത്യാവശ്യം വലിപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്നും അൺബോക്സിങ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ മൊബൈലും ഒക്കെ എടുക്കുമ്പോൾ അൺബോക്സിങ് ഒക്കെ ചെയ്യുമല്ലോ. പക്ഷെ ആ ചേട്ടൻ തന്നെയാണ് കേട്ടോ അൺബോക്സിങ് ചെയ്ത് തന്നത്. അപ്പോൾ ഈ ഒരു ടാബ് നമ്മൾ വാങ്ങിച്ചു. അന്നേരം നമുക്ക് എല്ലാവർക്കും വിശന്ന് അങ്ങനെ നമ്മൾ ദേ അവിടെ തന്നെയുള്ള പാരഗണിലോട്ടാണ് കേട്ടോ നമ്മൾ കയറി. നമ്മൾ എപ്പോൾ ലുലു മാളിൽ പോയാലും നമ്മൾ ഈ പാരഗണിലാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേരും ഫോൺ നമ്പരും ഒക്കെ കൊടുക്കണം. അവർ കുറേ നേരം അവിടെ തീരുന്ന അനുസരിച്ച് നമ്മളെ അനൗൺസ് ചെയ്യും കേട്ടോ. നമ്മുടെ പേര് വിളിക്കും. അങ്ങനെ നമ്മുടെ പേര് വിളിച്ച് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഇരിക്കുന്ന നമ്മൾ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് വാങ്ങിയത് എന്തോ സുപ്രീം ചിക്കനോ അങ്ങനെ എങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല ഇതായിരുന്നു കേട്ടോ. നല്ലൊരു ഭംഗിയല്ല, നല്ലൊരു എരിവും പുളിയും എല്ലാം കൂടെ കൂടിയൊരു ഡിഷായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ മോന് അത് തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എരിവുള്ളതുകൊണ്ട് എരിയുമല്ലോ. അപ്പം മോന് തുടയ്ക്കാനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ടിഷ്യൂ പേപ്പറും കൊണ്ട് വേണം അതെല്ലാം ഒന്ന് ഒപ്പി അതൊക്കെ മാറ്റിയിട്ട് കുഞ്ഞിന് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചായയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫുഡൊക്കെ ഓരോന്നും വരുന്നുണ്ട്. പിന്നെ വന്നത് ഈ ഒരു ചിക്കനാണ് കേട്ടോ. ഇതിൻ്റെ പേരാണോ ഇനി സുപ്രീം എന്ന് അറിയില്ല കേട്ടോ. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരു എരിവും പുളിയും എല്ലാം കൂടെ ഒരു ഇതായിരുന്നു കേട്ടോ. പേരും ഓർമ്മയില്ല. അതിനകത്ത് ചിക്കനും ഉണ്ട്, പിന്നെ നമ്മളുടെ മഷ്റൂംസും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇത്രയും ഫുഡാണ് കേട്ടോ വാങ്ങിയത്. പൊറോട്ടയാണ് വാങ്ങിയത് കേട്ടോ അവിടെ. പിന്നെ എല്ലാം ഹെവി ഫുഡുകളായിരുന്നു കേട്ടോ. അതായത് ഈ നൂഡിൽസ്, ഫ്രൈഡ് റൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് നമുക്ക് വേണ്ട. അപ്പോൾ ഞാനും മോളും കൂടെ പറഞ്ഞത് ഈ നൂൽ പൊറോട്ടയാണ് കേട്ടോ. ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ നൂൽ പൊറോട്ട അത്യാവശ്യം ചെറുതാണ് കേട്ടോ. നമുക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉള്ളൂ കേട്ടോ. പക്ഷെ നമ്മുടെ കേരള പൊറോട്ട എടുക്കുവാണെങ്കിൽ അത് ഭയങ്കര വലുതാണ് കേട്ടോ, ഭയങ്കര കട്ടി. അപ്പോൾ അതുകൊണ്ട് വേണ്ട, നമുക്ക് നൂൽ പൊറോട്ട മതി എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കാനുണ്ട്. അപ്പോൾ എന്നെ കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ. അതായത് എപ്പോഴും വീഡിയോക്കകത്ത് എന്നെ കാണാറേ ഇല്ല. അതുകൊണ്ട് ഞാൻ മോളോട് പറഞ്ഞ് അമ്മേൻ്റെ വീഡിയോയും കൂടി എടുത്തു തരാൻ പറഞ്ഞപ്പോൾ മോളാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്തു തരുന്നത്. അപ്പോൾ അതേ ഞാനും കഴിക്കുവാണ് കേട്ടോ. കഴിച്ചൊക്കെ തീരാറായപ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു എക്സ്പ്രഷനൊക്കെ ഇട്ടാണ് കേട്ടോ. പക്ഷെ വെറും എക്സ്പ്രഷൻ അല്ല കേട്ടോ, നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തീരുമാനിച്ച് ഇനി നമ്മൾ അവിടെ പോയാലും ഈ ഫുഡ് വാങ്ങിക്കണം എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എരിവും പുളിയും എല്ലാം കൂടെ ഉള്ളൊരു അടിപൊളി ചൈനീസ് ഡിഷായിരുന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അതായത് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കേട്ടോ. അപ്പം അവിടെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ മക്കൾ ഇങ്ങനെ ആവശ്യമാത്ത സാധനങ്ങളൊക്കെ വാങ്ങിക്കും. അതായത് അവർക്ക് കളറടിക്കാനായി ക്ലേ അത് ഇത് അങ്ങനെ വാങ്ങിക്കും. അപ്പോൾ കയറുമ്പോൾ തന്നെ വേണം പറയും അത്യാവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അത്യാവശ്യമുള്ളതൊക്കെ എടുക്കുന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പോയി. അപ്പം നമ്മുടെ ഈ ട്രോളി ബാഗ് താഴെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ലോക്ക് ഇട്ട് തന്നായിരുന്നു. അപ്പോൾ താഴെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ കൊടുത്തു. നമ്മുടെ ട്രോളിയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ വിനോദൻ്റെ ആ ട്രോളി എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. വിനോദന് പിന്നെ ഒരു കാര്യമുണ്ട്, കുറേ നേരം എ സിക്കകത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ തുമ്മൽ വരും കേട്ടോ. അലർജിയുടെ പ്രശ്നമുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പം മോനാണെങ്കിൽ ആ ബാഗോട്ട് തരുന്നുമില്ല, അതിങ്ങനെ തള്ളിക്കൊണ്ട് നടക്കുകയാണ് കേട്ടോ. നമുക്ക് പേടിയാണ് കേട്ടോ, എവിടെയെങ്കിലും പോയി വീഴുവോ എന്നൊക്കെ ഓർത്ത് പേടിയാണ് കേട്ടോ. പക്ഷെ ആള് തരുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് ആളെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ അങ്ങനെ പോയി. അപ്പം നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തോട്ട് പോകണം കേട്ടോ. അപ്പം ഞാൻ മോനോട് പറഞ്ഞ് എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണല്ലോ, അപ്പോൾ അമ്മേൻ്റെ ഒന്ന് എടുത്തു തരാൻ പറഞ്ഞപ്പോൾ പിന്നെ മോനാണ് കേട്ടോ എടുത്തത്. അപ്പം ഞാൻ ആ ട്രോളിയിലും കൂടെ ഒന്ന് പിടിച്ചു കേട്ടോ. അപ്പോൾ പിടിച്ചപ്പോൾ ആൾ അതിൻ്റെ പേളിൽ കയറി ഇരിക്കുവാണ് കേട്ടോ.
അത് പിടിച്ചോണേ. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതേ ലുലു മാളിൽ നിന്ന് പോവുകയാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവുന്ന എനേബിൾ ആക്കിയിട്ടിരിക്കുക. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ഫോക്കസ് ചെയ്യുന്ന ലുലു മാൾ.